Hi dear students, we have been discussing different theories related to dividend decision. We have already discussed Walter relevance, Gordon relevance and MM relevance theory. And the fourth theory is residual income theory. Today we are discussing residual income theory and some additional problems related to dividend decision. Okay, residual income theory is propounded by Ezra Solomon. That is why it is also called is Solomon approach. Okay, it is an irrelevance theory. As per Solomon approach, dividend has no effect on wealth of shares and price of equity. That is, dividend decision will not affect price of the share or value of the firm. Dividend decision is a financing decision. We consider dividend decision as a separate decision, but in case of residual income theory, they says that it is a financing decision. Financing എന്ന് പറഞ്ഞപ്പോഴാണ് capital collection ആണ്. അപ്പോൾ ഈ തിയറി പറയുന്നത് we will use dividend decision when there is a fund for need for additional fund. Capital collect ചെയ്യേണ്ട സമയത്ത് കിട്ടിയ ലാഭം ഡിവിഡൻഡ് കൊടുക്കാതെ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കലാണ്. സോ ഇറ്റ് ഈസ് ഓൺലി എ ഫിനാൻസിങ് ഡിസിഷൻ എന്നാണ് റെസിജ്വൽ ഇൻകം തിയറി പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് ദർ ഈസ് എ നീഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി റീറ്റെയിൻ ദ പ്രോഫിറ്റ്, അതർവൈസ് ദേ വിൽ ഡിസ്ട്രിബ്യൂട്ട് ആസ് ഡിവിഡൻഡ്. അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ റീറ്റെയിൻ ചെയ്യും, അതല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കും. ഇറ്റ് ഈസ് ഓൺലി എ റെസിജ്വൽ ഡിസിഷൻ. റെസിജ്വൽ ഡിസിഷനാണ്, എല്ലാം കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടെങ്കിൽ എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഡിവിഡൻഡ് ഇഫ് ദർ ഇസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. കമ്പനിക്ക് പുതിയ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഡിവിഡൻഡാണ് പ്രിഫർ ചെയ്യുക. ദേ പ്രിഫർ റീറ്റെയിൻഡ് ഏർണിങ്സ് ഇഫ് ദർ ഇസ് ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. കമ്പനിക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർ റീറ്റെയിൻഡ് ഏർണിങ്സ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൺലി എ റെസിജ്വൽ ഡിസിഷൻ, ദാറ്റ് ഈസ് റെസിജ്വൽ ഇൻകം അപ്രോച്ച്. സോ അക്കോർഡിംഗ് ടു ഇസ്രാ സോളമൻ, the dividend policy of a firm is a residual decision and dividend is a passive residual income. Dividend policy is basically a financing decision which is primarily conditioned by available investment opportunities. Investors are indifferent between dividend and capital gain. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ, ക്യാപിറ്റൽ ഗെയിൻ ആണോ ഡിവിഡൻഡ് ആണോ അതിനോട് ഇൻഡിഫറൻ്റ് ആണ്. ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ, ഡിവിഡൻഡ് ആണെങ്കിൽ ഡിവിഡൻഡ്. അവർക്കറിയാം നല്ല അവസരം ഉണ്ടാകുമ്പോഴാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് കീപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അവസരങ്ങളില്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടും. ഓക്കെ, ദിസ് ഈസ് റെസിജ്വൽ ഇൻകം തിയറി. Now we will discuss some additional problem related to dividend decision. Okay, the first problem is Walter relevance theory. ABC Limited has an EPS of ₹50. ABC ലിമിറ്റഡിൻ്റെ EPS 50 ആണ് ആൻഡ് KE is 10%. It assumed a rate of return of 12%, then 8% and 10%. 3 rate of return assume ചെയ്യുന്നുണ്ട്. The find market price of share as per Walter model if DP ratio is 0, if DP ratio is 50% and if DP ratio is 100%. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പ്രൈസ് ഓഫ് ഷെയർ അണ്ടർ 12%, 8% ആൻഡ് 10% റിട്ടേൺ ഇൻ 3 alternatives: 0% ഡിവിഡൻഡ്, 50% DP ratio, 100% DP ratio. അപ്പോൾ ഓരോന്നിലും 3 ഓൾട്ടർനേറ്റീവ് വീതം, 3 × 3 9 ആൻസേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. P0 = P = D + R / KE × E - D all divided by KE. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യുന്നു. ഇഫ് DP ratio is 0, DP ratio 0 ആണെങ്കിൽ ഓക്കെ, നമ്മൾ ഇക്വേഷൻ ഇതാണ്. P0 = എന്താണ്, D + R / KE × E - D all divided by KE. ഓക്കെ, ഇപ്പോൾ DP ratio 0 ആകുമ്പോൾ ഡിയും 0 തന്നെയാവും അല്ലേ. 0 + നമ്മൾ ഓരോ 3 ഹെഡിലാണ് ചെയ്യുന്നത്. 12% റേറ്റ് ഓഫ് റിട്ടേൺ, then 8% rate of return, 10% rate of return. Okay, 0.12 divided by 0.10 into 50 minus 0. 0 ആണ് നമ്മൾ ഡിവിഡൻഡ് വരിക, all divided by 0.10. Then here 0 + 60 by 0.10, that is 600. In second case also DP ratio is 0, so dividend is 0. Here rate of return is 8%, so 0.08 divided by 0.1 minus 50 minus 0 all divided by 0.10. 0 + 40 divided by 0.10 is equal to 400. Next, if DP ratio, if the
Rate of return is 10% and DP ratio is 0. So 0 plus 0.10 divided by 0.10 into 50 minus 0 is equal to 50. 0 plus 50 divided by 0.10 is equal to 500. These are the values if DP ratio is 0%. Second case, if DP ratio is 50%. So in that case there will be slight change in the value of dividend, that is our EPS is 50, so dividend will be 50% here, that is 25 each will be our dividend. Then there is change with regard to R, it is 12%, 8% and 10% in 3 cases. So 0.12 divided by 0.10, 0.08 divided by 0.10, 0.10 divided by 0.10 into 50 minus 25, 50 minus 25, 50 minus 25 all divided by 0.10. Okay, we will get the values 550, 450 and 500. Okay, the next, if DP ratio is 100%. Same case, if DP ratio is 100%, our dividend will be 100% of EPS, that is 50 will be our dividend. Okay, so 50 will minus 50 will be given in the bracket. 50 minus 50 is equal to 0. So 0 into any value will be 0. So equation is very simple, 50 plus 0 divided by 0.10. In all the cases 50 plus 0 divided by 0.10, that is 500 will be the value of share, price of share in all the 3 situations if DP ratio is 100%. Another question, Gordon relevance theory. The book value per share of a company is 300. Bookilla balance sheet value 300 aanu. Rate of return is 10%. Rate of return R 10% aanu and DP ratio is 50%. What is the price of share if the capitalization rate K is cost of capital is 15%? Okay, so here book value is rupees 300. Okay, book value 300, rate of return 10%, DP ratio 50% and cost of capital 15%. P0 is equal to D1 divided by KE minus G. Okay, book value 300 രൂപയും റിട്ടേൺ 10% ആകുമ്പോൾ നമ്മുടെ EPS വരെ 300 10%, 30 രൂപയാണ് EPS വരെ. If EPS is 30%, DP ratio is 50%. So 30 rupeesന്റെ 50%, 15 രൂപയാണ് എന്ത് വരിക, EPS ഡിവിഡൻഡ് വരിക. So D1 is 15. Okay, 15 divided by KE is given here. KE is 0.15 and the rate of return is also given 0.10. So 15 divided by 0.05, it will be simplified. 15 divided by 0.15 minus 0.05, that is 15 divided by 0.10. The price of share is rupees 150. Okay, next, model. C Limited has K 10%, K we know, cost of capital 10%. Presently it has 15,000 shares outstanding. N is 15,000, selling at a price of rupees 100 per share. P0 is equal to 100. It expects a dividend of rupees 6 per share next year. Okay, dividend is at the end of current year, means at the end next D1 is rupees 6 and net income expected is rupees 50,000. E is 50,000. Investment required in a new proposal is 1 lakh, that is I is 1 lakh. Illustrate a model. So in this case we know we have to find the price of share, number of shares to be issued and value of the firm in 2 cases, if dividend is not paid and if dividend is paid. Okay, if dividend is paid, P0 is equal to P1 into 1 plus KE minus D1. So 100 into 1 plus 0.1 minus 6 is equal to 104. P1 is equal to 104. Next, number of shares to be issued, M to be calculated, I minus E minus ND1 all divided by P1. So here 769.23 is number of shares to be issued. Then third we have to find value N plus M into P1. N means number of existing share 5,000. M means number of shares to be issued, we have just calculated, into P1 means
price at end we calculated, then we will get the value 6 lakhs. If dividend is paid, the value of the firm will be 6 lakhs. Secondly, if dividend is not paid, P1 is equal to P0 into 1 plus K minus D1. So our P1 is 110 because this is 0. Secondly, we have to find value M, number of shares to be issued, I minus E minus ND1 all divided by P1, that is 1 lakh minus 50,000 minus 5,000 into 0 all divided by 110. So 50,000 divided by 110, 554.55 is M. Third, we have to calculate the value of the firm N plus M into P1, that is 5,000 plus 454.55 into 110, that is 6 lakhs. Here, if dividend is not paid, the value of the firm is 6 lakhs, and if dividend is paid also, the value of the firm is 6 lakhs. This is M irrelevance theory. Okay, thank you very much. You try few more problems from your textbook or from other resources, and you should be confident. If you have any clarification required, text me in my WhatsApp number. Okay, thank you very much.